നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയാണ് നടി മീന. കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു നടിയുടെ ഭർത്താവ് വിദ്യാസാഗറിന്റെ അപ്രതീക്ഷിത വിയോഗം. കോവിഡ് കാലഘട്ടത്തിന് ശേഷം രോഗബാധ മൂർച്ഛിച്ചതോടെയാണ് വിദ്യാസാഗർ മരണപ്പെട്ടത്. ചികിത്സയിലിരിക്കെ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. മകൾ നൈനികയുടെയും അമ്മയുടെയും സുഹൃത്തുക്കളുടെയും സാമീപ്യമാണ് വിഷമഘട്ടത്തിൽ മീനയ്ക്ക് ആശ്വാസമായി നിന്നത്. ഒരു പരിധിവരെ മീനയ്ക്ക് അന്ന് താങ്ങായി ഒപ്പം നിന്നത് സുഹൃത്തായ കലാ മാസ്റ്ററാണ്. തകർന്നുപോയ മീനയെ തിരികെ പഴയ സന്തോഷങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിൽ കലാ മാസ്റ്റർക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോഴും എന്തിനും ഏതിനും മീനയ്ക്കൊപ്പം കലാ മാസ്റ്ററുണ്ട്. ഇപ്പോഴത്തെ മീനയും കലാ മാസ്റ്ററും ഒരുമിച്ചെത്തിയ അഭിമുഖത്തിൽ ഇവർ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. കുറച്ചു നാളുകൾക്ക് മുൻപ് മീന ഭർത്താവ് മരിച്ച ശേഷം സ്വന്തം കാര്യം നോക്കി പോകുന്നുവെന്നും ഭർത്താവിന്റെ അമ്മയെയോ കുടുംബക്കാരെയോ പോലും ഗൗനിക്കുന്നില്ല എന്ന തരത്തിലൊക്കെ വ്യാജ പ്രചാരങ്ങൾ നടന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കലാ മാസ്റ്ററുടെ വാക്കുകൾ വൈറലായി മാറുന്നത്. ഭർത്താവ് മരിച്ചിട്ടും ഭർതൃമാതാവിനെ സ്വന്തം അമ്മയെപ്പോലെ മീന ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് കലാ മാസ്റ്റർ പറയുന്നത്. ഇപ്പോഴും അവളുടെ ഭർതൃമാതാവിനെ നല്ല രീതിയിൽ നോക്കുന്നു. ഇത് എത്ര പേർക്ക് അറിയാം എന്നറിയില്ല. പുറമെ നിന്ന് മാത്രമേ നിങ്ങൾ മീനയെ കണ്ടിട്ടുള്ളൂ. ഭർതൃമാതാവിന്റെ എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് നോക്കുന്നത്. മരുന്നുകൾ മുതൽ എന്തെല്ലാം വേണമോ അതെല്ലാം ശ്രദ്ധിക്കുന്നു. സ്വന്തം അമ്മയെപ്പോലെ അവരെ നോക്കുന്നു. കലിയുഗ സാവിത്രി എന്നാണ് മീനയെ ഞാൻ വിളിക്കുന്നത്. എത്ര സ്ത്രീകൾ അങ്ങനെ ചെയ്യും എന്ന് എനിക്കറിയില്ല. ഭർതൃമാതാവിന്റെ ഭാഗ്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു മരുമകളെ ലഭിച്ചതെന്നും കലാ മാസ്റ്റർ വ്യക്തമാക്കി. ഇതേക്കുറിച്ച് മീനയും സംസാരിച്ചു. അതെല്ലാം എന്റെ ഉത്തരവാദിത്വമാണ്. അത്രമാത്രം സ്നേഹം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. മകളെ പോലെയാണ് ഭർത്താവിന്റെ അമ്മ എന്നെ കാണുന്നത്. ഒരുപാട് നാളായി അങ്ങനെയാണ്. ഇപ്പോൾ കുറെ കൂടി സ്നേഹം തന്നോടുണ്ട്. സാഗറും ഞാനും വഴക്കുണ്ടാകുമ്പോൾ തന്നെയാണ് അമ്മ പിന്തുണയ്ക്കുക. എന്നാൽ തന്നോട് സാഗറിനെ പിന്തുണച്ച് സംസാരിക്കും. സാഗറിനോട് എന്നെ പിന്തുണച്ചു. വളരെ നല്ല അമ്മായിയമ്മയാണ് തന്റേതെന്നും മീന പറഞ്ഞു. മാത്രമല്ല തന്നെ കരിയറിൽ എപ്പോഴും പിന്തുണച്ചത് സാഗർ ആയിരുന്നുവെന്ന് മീന പറയുന്നു. വിവാഹശേഷം സിനിമയിലേക്ക് തിരിച്ചു വരാൻ തനിക്ക് മടിയുണ്ടായിരുന്നു. എന്നാൽ സാഗർ പ്രോത്സാഹിപ്പിച്ചു. സാഗറിന്റെ സമ്മതം ഇല്ലായിരുന്നുവെങ്കിൽ തനിക്കിതൊന്നും സാധിക്കില്ലായിരുന്നു. നൈനിക പിറന്ന ശേഷം ദൃശ്യം സിനിമയുടെ ഓഫർ വന്നു. ചെയ്യണോ എന്ന് തോന്നി. ഇനിയും വർക്ക് ചെയ്യണോ എന്ന് സാഗർ ചോദിച്ചാലോ എന്ന് കരുതി. എന്നാൽ സാഗർ കൂളായിരുന്നു. നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ എന്നാണ് ഭർത്താവ് പറഞ്ഞതെന്നും മീന വ്യക്തമാക്കി. സാഗർ നല്ല കുക്കായിരുന്നുവെന്നും മീന പറഞ്ഞു. അതേസമയം വിദ്യാസാഗറിന്റെ മരണത്തിന് പിന്നാലെ രണ്ടാം വിവാഹവുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകൾ പുറത്തു വന്നിരുന്നു. പ്രമുഖ തമിഴ് നടൻ ധനുഷ് ഉൾപ്പെടെയുള്ളവരെ ചേർത്തായിരുന്നു പല കഥകളും പ്രചരിച്ചിരുന്നത്. ധനുഷ് മാത്രമല്ല വേറെയും നിരവധി കഥകൾ വന്നിട്ടുണ്ടെന്നും നടി പറയുന്നു. ധനുഷിന്റെ പേരിനൊപ്പം എന്റെ പേരും ചേർത്ത് അങ്ങനൊരു വാർത്ത എങ്ങനെ വന്നുവെന്ന് എനിക്കറിയില്ല. വിഡ്ഢിത്തരം എന്നാൽ എന്ത് പറയാനാണ്? പറയുന്നവർ പറയട്ടെ. ധനുഷിന്റെ മാത്രമല്ല വേറെയും ഒരുപാട് ആളുകളുമായി ചേർത്ത് എന്റെ പേരിൽ ഗോസിപ്പുകൾ വരുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട്. ഇടയ്ക്ക് തമാശയായിട്ടും തോന്നും. ഇത്തരം കാര്യങ്ങൾ ഉള്ളതിനാൽ മീഡിയയുടെ ഇടയിൽ നിന്നും കുറച്ചു കാലം ഞാൻ മാറി നിന്നിരുന്നുവെന്നും നടി പറഞ്ഞിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.